ഹായ് ഓൾ, വെൽക്കം ടു ഇൻസ്പയറിംഗ് ലിവിംഗ് വേൾഡ്. കേന്ദ്ര സർവകലാശാലകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരം ഒരുക്കുകയാണ് CUCET 2020. രാജ്യത്തെ പ്രധാനപ്പെട്ട 18ഓളം കേന്ദ്ര സർവകലാശാലകളിലാണ് ഈ ഒരു ഒറ്റ പൊതുപ്രവേശന പരീക്ഷയിലൂടെ പ്രവേശനം നടത്തുന്നത്. വിവിധ സ്ട്രീമുകളിലേക്ക് UG, PG, ഇൻ്റഗ്രേറ്റഡ് PG, അതേപോലെ റിസർച്ച് പ്രോഗ്രാംസ് ഇൻക്ലൂഡിംഗ് MPhil, PhD തുടങ്ങിയവയിലേക്ക് ഈ ഒരു പൊതുപ്രവേശന പരീക്ഷയിലൂടെയാണ് പ്രവേശനം നടത്തുന്നത്. ഇത്തവണത്തെ ഈ ഒരു പരീക്ഷയുടെ ഏകീകരണത്തിൻ്റെ ചുമതല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആണ്. അപ്പോൾ ഈ ഒരു കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിനെ തുടർന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് മെയ് 23 വരെയാണ്. ഒരുപക്ഷെ അത് ഇനിയും എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. എന്നിരുന്നാൽ കൂടി നമ്മൾ മെയ് 23-നുള്ളിൽ ആ ഒരു ഓൺലൈൻ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതാണ് നല്ലത്. ഓൺലൈനായി തന്നെ നമുക്ക് ഫീയും പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനായി നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം www.cucetexams.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ നമുക്ക് CUCETയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫേക്ക് വെബ്സൈറ്റൊക്കെ ആയിരിക്കും ആദ്യമേ കടന്നു വരുന്നത്. അത് ഒഴിവാക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർദ്ദേശങ്ങൾക്കായി ലെഫ്റ്റ് സൈഡിലെ ലിങ്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് വായിച്ച് നോക്കാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ഗ്രീൻ കളർ ടാബ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കാറ്റഗറി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി UG, അതിന് +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. സെക്കൻഡ് PG ആൻഡ് ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. ദെൻ റിസർച്ച് പ്രോഗ്രാം, അതിന് MSc PG ആണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. ദെൻ നമ്മുടെ നെയിം, ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യുക, മൊബൈൽ നമ്പർ, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത ശേഷം അവിടെ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ എൻ്റർ ചെയ്യുക. ദെൻ സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ്. ഇത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജാണ്. നമ്മുടെ നെയിം, കാറ്റഗറി, അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പേജിൽ എൻ്റർ ചെയ്ത ശേഷം സേവ് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മുടെ അക്കാദമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ്. അതിനടുത്ത പേജിൽ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ദെൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയും പ്രോഗ്രാമും ചൂസ് ചെയ്യാനുള്ള അടുത്ത പേജിലേക്ക് പോകുന്നു. അതിനുശേഷം നമ്മൾ പ്രിവ്യൂ നോക്കുക. അതിനുശേഷം അവസാനമായി നമ്മുടെ ഫീ പേ ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫീ ഓൺലൈനായി തന്നെ പേ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സക്സസ്ഫുള്ളായി നമുക്ക് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കും. സോ കൃത്യമായി വിവരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഫില്ല് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.